ഹായ് ഫ്രണ്ട്സ്, സരിത് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ള അടുത്ത് ഈ ആഹാരമൊക്കെ കഴിച്ച് ഒന്നിനും ഒരു ടേസ്റ്റ് ഇല്ലാതിരുന്നപ്പോൾ പെണ്ണുമ്പിള്ള അടുത്ത് പറഞ്ഞ് ഒരു റവ വെച്ചിരിച്ചിരി പുട്ടുണ്ടാക്കി തരാമെന്ന്. അതിപ്പോൾ എനിക്ക് പണി തന്നിരിക്കുകയാണ്. ഞാൻ പുട്ടുണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ചെറിയ ചൂടുവെള്ളവും പാലും ഒക്കെ ചേർക്കുന്ന ആൾക്കാരുണ്ട്. ഈ റവ കുഴയ്ക്കുമ്പോൾ നമ്മൾ ചെറിയ ചൂടുവെള്ളമാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ കണ്ട ഇങ്ങനെ സെറ്റപ്പായിട്ട് ഇത് റവ പൊടി കുഴച്ചതിന് ശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത് തേങ്ങ, മറ്റേ ചിരട്ടപ്പുട്ട് പോലുള്ള സാധനമാണേ, അതിനകത്താണ് കണ്ട തേങ്ങ ഇടുകയാണ്. തേങ്ങ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം തേങ്ങ ഇട്ടു അതിന് ശേഷം കണ്ട പൊടി നമ്മളിടുകയാണ്. ഇന്നലെ അല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു കടയിൽ നിന്നപ്പോൾ നല്ല പ്രായമായിട്ടുള്ള, ഇനി ഇച്ചിരി തേങ്ങ ഇടണം, പ്രായമായിട്ടുള്ളൊരു അച്ഛൻ വന്നിട്ട് ഈ ചിരട്ടപ്പുട്ടിൻ്റെ ഈ സംഭവം ചോദിച്ചിട്ട് പോയി. അതിൻ്റെ കാരണം ഞാൻ ചോദിച്ച അങ്ങനെ തിരക്കിയപ്പോൾ പുള്ളിക്ക് അറിയത്തില്ല ഇതെങ്ങനെ വെക്കണമെന്നൊന്നും അറിയില്ല. അപ്പം മരുമകൾക്ക് ജോലി കിട്ടി, മോൻ ഗൾഫിലാണ്. അപ്പോൾ ഇത് കുക്കറിനകത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മരുമകൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പം വന്നതാണ്, അങ്ങോട്ട് താമസം മാറി വന്നതാണ്. അപ്പം മരുമോൾ പറഞ്ഞ് രാവിലെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നത് പുട്ടാണ്. അതുകൊണ്ട് അച്ഛൻ പോയി ഇതേപോലെ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരാം. പുള്ളി കുറേ കടയിൽ കയറിയെന്ന് പറഞ്ഞ അവസാനം നമ്മൾ ഇന്ന കടയിൽ തന്നെ പുള്ളി വന്നു. പുള്ളിക്ക് കൃത്യമായി ഇതിൻ്റെ പരിപാടികളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇതിനകത്തും ഒരു പ്രശ്നമുണ്ട്, നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. തേങ്ങയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കുക്കറിൻ്റെ ഈ ചില ഇതിനകത്തുനിന്ന് ക്ലീൻ ചെയ്യാത്തതൊക്കെ കൊണ്ട് ചിലപ്പോൾ ആവി കൃത്യമായിട്ട് പോകത്തില്ല. അപ്പം പുട്ടൊക്കെ നമ്മുടെ തലയിലിരിക്കാനൊക്കെ സാധ്യതയുണ്ട് തീർച്ചയായും. അപ്പം നമ്മുടെ പുട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പുട്ട് വരുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റവപ്പുട്ട് ശരിയായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചൂടോടുകൂടി നമ്മൾ തട്ടിയിടാൻ പോവുകയാണ്. വളരെ നന്നായിരിക്കുന്നു. അതാണ് റവപ്പുട്ട്, അച്ഛനുണ്ടാക്കിയ റവപ്പുട്ട്. അപ്പോൾ ഇത് മക്കൾക്ക് കൊടുക്കണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഷുഗറുള്ളവർ ഒരു കാരണവശാലും ഇതിനകത്ത് പഞ്ചസാര ചേർക്കരുത്. അപ്പോൾ ഒരിച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കേ മക്കളിങ്ങ വന്നേ. ആണ് നല്ല മണം അല്ലേ? കഴിച്ചു നോക്കേ അങ്ങനെ ഉണ്ടെന്ന്. മധുരം വേണമല്ലേ? അപ്പോൾ അവർക്ക് പഞ്ചസാര ചേർത്താണ് ഇച്ചിരി കൊടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അത് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കുഞ്ഞാവ എങ്ങനെയാണെന്ന് പറയണേ കഴിച്ചിട്ട്. കൊള്ളോ, അടിപൊളി. ഇനി ഫാഗിനാഥ് അങ്ങനെയുണ്ട്, അടിപൊളി. ഇനി എൻ്റെ മൂത്ത മകൻ സച്ച്, ഓ അടിപൊളി. എല്ലാവരും അടിപൊളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പെണ്ണുമ്പിള്ള ഞാനിങ്ങോട്ട് വിളിക്കാം. ഹലോ ഇന്ദു, അതെ ഇനിയും വേണോ? ഇഷ്ടപ്പെട്ടു. ഇനി എൻ്റെ പെണ്ണുമ്പിള്ളക്ക് ഞാൻ ഒരല്പം റവപ്പുട്ട് കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട്? ആണോ? ഇത് അല്ല, ഇത് അല്ല, പണ്ട് ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇല്ല, റവപ്പുട്ട് ഇഷ്ടമല്ല. പക്ഷേ ഇനി ഉണ്ടാക്കുമല്ലോ. ഞാനെന്തായാലും ഇതോടുകൂടി റവപ്പുട്ട് വേണമെന്ന് പറയത്തില്ല. കാര്യം ഇത് ഉണ്ടാക്കിയത് ഞാനാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം, അടിപൊളിയാണ്. അതാണ്ട് ഇനിയും വന്നിട്ടുണ്ട് എൻ്റെ കുഞ്ഞാവ. അങ്ങനുണ്ട്. അപ്പോൾ താങ്ക് യു. എല്ലാവരും ഈ പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിനകത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചിലർ ഗ്രീൻ പീസ് ചേർക്കുന്നവരുണ്ട്, ചിലർ ക്യാരറ്റ് ചേർക്കുന്നവരുണ്ട്, പപ്പടം ചേർക്കുന്നവരുണ്ട്, അങ്ങനെ പല ഐറ്റംസ് ചേർക്കുന്നവരുണ്ട്.
അപ്പോൾ എല്ലാവരും റവ പുട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, സൂപ്പറാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇടാനാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇനി മറ്റൊരു വീഡിയോയിലൂടെ വരാം. അടിപൊളിയാണ്. ഈ റവ പുട്ടൊന്ന് കഴിച്ചു നോക്കണം ഉണ്ടാക്കി. നല്ല പല രീതിയിൽ ക്വാളിറ്റിയിലുള്ള റവ കിട്ടും. അതിൻ്റെ ഓരോ ക്വാളിറ്റി അനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. കുഴയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ട കുത്തി പോകരുത്. ബായ്.